ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് അറിയാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി. മാക്സിമം നോക്കിയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരക്കുകൾ വന്നു പോയതാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് നോക്കാം. 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 1ൻ്റെയും 2, 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മറ്റു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ട എന്നൊരർത്ഥവും ഇല്ല കേട്ടോ. ഓരോ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ്. ലാസ്റ്റ് ദിവസമാണല്ലോ, നാളെ എക്സാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു തരുന്നതാണ്. ബാക്കി പോർഷൻസ് നിങ്ങൾ പഠിക്കണം. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ ഇതെങ്കിലും പഠിക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അല്ലാത്തവർ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഇരുന്ന് പഠിച്ചോളാം. സോ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്തത് ഏതാണ്? ഇൻഫർമേഷൻ ആണ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പല സ്റ്റേജസ് ഏതൊക്കെയാണ്? ആദ്യം ഡാറ്റ ക്യാപ്ചർ ചെയ്യും, അതിനുശേഷം ഇൻപുട്ട് ദ ഡേറ്റ, ദെൻ അത് സ്റ്റോറേജ് ചെയ്യുക, ദെൻ അത് മാനിപ്പുലേറ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക, ദെൻ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ യൂസേഴ്സിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കാവുന്നതാണ്, ഈ ഫിഗർ നിങ്ങൾ എന്തായാലും പഠിക്കണം. ലിസ്റ്റ് ഓഫ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ബൈ യൂസിങ് എ ഡയഗ്രാം. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്, ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ആ സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ രജിസ്റ്റേഴ്സ്, ALU, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ പിക്ചർ വരച്ചേക്കണം കേട്ടോ. ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളത് വരയ്ക്കണം. ദെൻ ഈ CPU യുടെ കമ്പോണൻസ്, അതായത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷനായിട്ട്, അതായത് കമ്പയർ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ALU ആണ്. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കൺസേൺഡ് യൂണിറ്റിലേക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട സിഗ്നൽസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആ ഓപ്പറേഷൻ, ആ നടക്കുന്ന പ്രോസസ്സിങ്ങിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ രജിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPU വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെമ്പററി, പെർമനൻ്റ് അല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ പോകും, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സിൽ. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്പീഡ്, മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. ആക്യുറസി, എത്ര തവണ നമ്മൾ ചെയ്യിച്ചാലും എന്താണ്, ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഡിലിജൻസ്, ലോങ് അവർ, മനുഷ്യരാണെങ്കിൽ ടയേർഡ് ആകും, പക്ഷേ കമ്പ്യൂട്ടേഴ്സ് ടയേർഡ് ആകാതെ ലോങ് അവർ ഓപ്പറേറ്റ് ചെയ്യും. വെർസറ്റൈലിറ്റി, അതായത് ഒരേ മൾട്ടിപ്പിൾ ടാസ്കിങ് ആണ്, ഒരേ സമയത്ത് തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിന് IQ ഇല്ല, ദെൻ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എഴുതി വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ AI ഒക്കെ വന്നതുകൊണ്ട് ഇതൊക്കെ മാറി തുടങ്ങി അല്ലേ. സോ അതൊന്നും നോക്കണ്ട, ഇപ്പോൾ ലിമിറ്റേഷൻസ് എത്തുമ്പോൾ ഇത് എഴുതിക്കോളാം. ദെൻ കമ്പയർ ASCII വിത്ത് യൂണിക്കോഡ്. ASCII കോഡും യൂണിക്കോഡും തമ്മിൽ കമ്പയർ ചെയ്യുക. ASCIIയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ദെൻ അത് 7 ബിറ്റ്സ് ആണ് ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിന് 128 ക്യാരക്ടേഴ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ASCIIയുടെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട്, അതാണ് ASCII 8. ഇതിൽ ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതിന് 256 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. യൂണിക്കോഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിക്കോഡ് ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 16 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് 65,536 ക്യാരക്ടേഴ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്പേഴ്സ് പഠിക്കണം കേട്ടോ. അപ്പോൾ നൗഡേയ്സ് യൂണിക്കോഡ് യൂസസ് മോർ ദാൻ 16 ബിറ്റ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് മോർ ക്യാരക്ടേഴ്സ്. ഇപ്പോഴൊക്കെ യൂണിക്കോഡ് കുറച്ചും കൂടി എന്താണ് അഡ്വാൻസ്ഡ് ആയി. 16 ബിറ്റിലധികം യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതിലൂടെ ഇപ്പോൾ 65 അല്ല, 65,000 അല്ല, അതിൽ മുകളിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂണിക്കോഡിന് ഓൾമോസ്റ്റ് ലോകത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റിട്ടൺ ലാംഗ്വേജ് അതിലുള്ള ഡേറ്റിനും എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 65,536 ക്യാരക്ടേഴ്സ് പറ്റുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദെൻ there are 3 methods for representing an integer number in a computer memory. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഓരോ ഇൻറ്റിജർ, ഇപ്പോൾ ഒരു 8 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണെങ്കിൽ അത് 8 എന്ന് പറഞ്ഞിട്ടല്ല അത് അതിലേക്ക് സേവ് ആകുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇരിക്കുന്നത്. അത് 3 രീതിയിലാണ് ഉണ്ടാകുക. 3 രീതിയിലാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഒരു ഇൻറ്റിജർ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, വൺസ് കോംപ്ലിമെൻറ്റ്
കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ബിറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് ദ സൈൻ. അതായത് ഇപ്പോൾ 1 0 1 1 0 0 ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അതിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റത്തേതാണ് അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ആണെങ്കിൽ അത് നെഗറ്റീവ് സൈനും 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറും ആണെന്നാണ് അതിലർത്ഥം വരുന്നത്. പിന്നെ ബാക്കി 8 നമ്പർ ഉണ്ടാകുമല്ലോ, അതിൽ ആദ്യത്തെ സൈനും ബാക്കി 7 നമ്പേഴ്സും ആണ്, 7 ബിറ്റ്സും ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ 1 0 1 0 അങ്ങനെ ഒരു 8ഓളം ബിറ്റ്സ് വരുമല്ലോ, അതിൽ ആദ്യത്തേത് സൈനും ബാക്കി 7 ആ ഇൻറ്റീജറിൻ്റെ മാഗ്നിറ്റ്യൂഡും ആണ് കാണിക്കുന്നത്. അതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. അതിൽ 1 എന്ന് പറയുന്നത് നെഗറ്റീവും 0 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറിനെ കാണിക്കാനാണ്. ദെൻ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു ഇൻറ്റീജർ ഇപ്പോൾ 8 ആണെങ്കിൽ 8 അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10 ആ ഇൻറ്റീജറിൻ്റെ 8 ബിറ്റ് ബൈനറി ഇക്വാലന്റ് നമ്മൾ കണ്ടെത്തി എഴുതും. അതായത് അതിനെ ബൈനറിയിലേക്ക് മാറ്റുമല്ലോ, അതായത് 1 0 1 0 അങ്ങനെ പറഞ്ഞ ഒരു 8 ബിറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റും. അതിനുശേഷം വൺസ് കോംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1 0 1 0 1 1 എന്നൊക്കെ എഴുതിയിട്ടുള്ളതിൽ 1നെ എല്ലാം എന്ത് ചെയ്യും, 0 ആക്കും, 0നെ എല്ലാം 1 ആക്കും. നേരെ എന്ത് ചെയ്യാണ്, റിവേഴ്സ് ചെയ്യാണ്. റീപ്ലേസ് എവറി 0 വിത്ത് 1. എല്ലാ 0യും 1 ആക്കും, എല്ലാ 1ഉം 0 ആക്കും, അങ്ങനെ എഴുതും. ദെൻ അതേപോലെ തന്നെ ഇഫ് ദ നമ്പർ ഇസ് പോസിറ്റീവ്, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ 8 ബിറ്റിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു നമ്പർ പോസിറ്റീവ് ആണ്, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ വേറെ മാറ്റമൊന്നും വരുത്തേണ്ട, ആ നമ്പർ തന്നെയാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. പോസിറ്റീവ് നമ്പർ അല്ല, നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലാണ് 1 മാറ്റി 0 ആക്കുക, 0 മാറ്റി 1 ആക്കുന്നത്. ദെൻ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 ബിറ്റ് ബൈനറി ഇക്വാലന്റിലേക്ക് നമ്മൾ അതിനെ എഴുതും, 1 0 0 അങ്ങനെയൊക്കെ എഴുതും. അതിനുശേഷം അതും പോസിറ്റീവ് നമ്പർ ആണ്, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേറെ അതിൽ മാറ്റമൊന്നും വരുത്തണ്ട, അത് തന്നെയാണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. അതല്ല നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇതിനെ വൺസ് കോംപ്ലിമെന്റ് ആക്കും, അതായത് 0 എല്ലാം 1 ആക്കും, 1 എല്ലാം 0 ആക്കും. വൺസ് കോംപ്ലിമെന്റ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആകുന്നത്. ദെൻ എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് CPU രജിസ്റ്റേഴ്സ്. CPUയിലുള്ള രജിസ്റ്റേഴ്സ് അക്യൂമുലേറ്റർ ഉണ്ട്. അക്യൂമുലേറ്റർ എന്താണ് ചെയ്യുന്നത്, അർത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ്. അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള അത് ചെയ്യുന്നതിൻ്റെ ഡേറ്റയും അതിൻ്റെ റിസൾട്ടും അക്യൂമുലേറ്ററിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, ആ ഡേറ്റയുടെ അഡ്രസ് ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറി ബഫർ രജിസ്റ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ആ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉള്ളത്. പ്രോഗ്രാം കൗണ്ടറിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ്. ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിലുള്ളത്. കമ്പയർ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. ഫ്രീവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. അതേപോലെ തന്നെ ഫ്രീവെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ആർക്കും ഒറ്റ പൈസ പോലും കൊടുക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പല പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതേസമയം ഷെയർവെയർ എന്ന് പറയുന്നത് അത് വാങ്ങിക്കുന്നതിന് മുന്നേ ഒരു ട്രയലാണ്, നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് അവർ തരും. അപ്പോൾ അതിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവണമെന്നില്ല, പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ആയിട്ട് അവർ മാറ്റി വയ്ക്കുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ആ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യണമെങ്കിൽ ആ യൂസർ അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഷെയർവെയർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. മിക്ക കേസിലും എന്താണ്, ആ ഷെയർവെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഓതറിന് പെർമിഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി സോഫ്റ്റ്വെയർസിൻ്റെ 3 ഫ്രീഡം 0 എന്ന് പറഞ്ഞാൽ ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. എന്താവശ്യത്തിനും ആ പ്രോഗ്രാം റൺ ചെയ്യാം, അതിനുള്ള ഫ്രീഡമാണ്. ഫ്രീഡം 1 എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം അതിനൊക്കെ ഉള്ള ഒരു ഫ്രീഡമാണ് ഫ്രീഡം 1. ഫ്രീഡം 2 എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡമാണ്. ഓക്കെ, ദെൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ് പ്രോസസ്സസ്. ഡിഫറെൻറ്റ് ലാംഗ്വേജ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ആണ് ഉള്ളത്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്താ ചെയ്യുന്നത്,
അതെന്ന് പറയുന്നത് സിസ്റ്റം പ്രോഗ്രാംസ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അതിൽ അസംബ്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിന് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. കമ്പൈലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒറ്റ റണ്ണിൽ, സിംഗിൾ റണ്ണിൽ എന്ത് ചെയ്യും, അതിനെ എന്താക്കി മാറ്റും, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തന്നെ മാറ്റുകയാണ്, പക്ഷേ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മാറ്റുന്നത്. ദെൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഡിസ്പോസിങ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് ഒന്ന് റീയൂസ് ചെയ്യാം അല്ലേ, സെക്കൻഡ് ഹാൻഡ് യൂസ് അല്ലെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാം. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഇത് എന്ത് ചെയ്യും, സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്. അതായത് എന്താ പറയുക, അതിന് മലയാളം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളത് കത്തിച്ച് കളയുന്നതാണ്. അത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കില്ല, ഭയങ്കര വലിയ കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. അതിനൊരു സ്പെഷ്യൽ അപ്പാരറ്റസ് ഒക്കെ ഉണ്ടാകും. ദെൻ റീസൈക്ലിംഗ്, ഈ വേസ്റ്റ് എന്ത് ചെയ്താൽ നമുക്ക് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്ട്സ് ആക്കി മാറ്റാം. പിന്നെ ലാൻഡ് ഫില്ലിംഗ്, വലിയ ട്രെഞ്ചസിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് കുഴികളൊക്കെ നികത്താനും അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് അങ്ങനെ ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റാം ആൻഡ് റോം കമ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം. റാം എന്ന് പറയുന്നത് ഫാസ്റ്റർ ദാൻ റോം ആണ്, റാൻഡം ആക്സസ് മെമ്മറി. ഇത് റീഡ് ഓൺലി മെമ്മറി ആണ്, ഇത് സ്ലോവർ ആണ്. റാം എന്ന് പറയുന്നത് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ, അതായത് കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് റാമിലുള്ളത്. അതേസമയം റോമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് ബൂട്ട് ചെയ്യണമല്ലോ, ആ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് റോമിലുള്ളത്. ദെൻ റാം എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അലോ ചെയ്യുന്നുണ്ട്. ഇതിൽ റീഡിങ് മാത്രമേ നമുക്ക് റൈറ്റ് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് വോളറ്റൈലാണ്, അതായത് അതിൻ്റെ പവർ പോയി കഴിഞ്ഞാൽ, പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിലെ കണ്ടൻസ് എല്ലാം ലോസ്റ്റ് ആകും. പക്ഷേ റോമിലെന്ന് പറയുന്നത് അങ്ങനെ ലോസ്റ്റ് ആകുന്നതല്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. ഇറ്റ്സ് കണ്ടൻസ് ആർ റീറ്റെയിൻഡ്. പവർ ഓഫ് ആണെങ്കിലും ഡിവൈസ് കമ്പ്യൂട്ടർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കണ്ടൻസ് അവിടെ തന്നെ ഉണ്ടാകും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഒന്ന് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ, നമ്മൾ എന്താണ് വേണ്ടത്, ഇതിലേക്ക് വേണ്ട എല്ലാ ക്വാണ്ടിറ്റി ഫോർമുല എന്തൊക്കെയാണ്, ഏത് ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അതിനുശേഷം പ്രിപ്പയറിങ് അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അത് അൽഗോറിതം എഴുതും, അൽഗോറിതം എഴുതിയിട്ട് അത് വെച്ചിട്ട് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കും. ദെൻ കോഡിംഗ് ദ പ്രോഗ്രാം. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം കോഡ് എഴുതുന്നത്, സോഴ്സ് കോഡ് എഴുതുന്നത്. ദെൻ ട്രാൻസ്ലേഷൻ, ഇതിനെ എന്ത് ചെയ്യും, സോഴ്സ് കോഡിന് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ദെൻ ഡീബഗിംഗ് എന്ന് വെച്ചാൽ ഈ നമ്മൾ എഴുതിയ കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ദെൻ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, റൺ ചെയ്യും, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കും. ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കമൻസ് എഴുതുന്നതിനെയാണ്, പിന്നീട് റീയൂസ് ചെയ്യാനും പിന്നീട് ഒരാൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാകാനൊക്കെ കമൻസ് എഴുതുന്നത്. അപ്പോൾ ആ കമൻസ് എഴുതുന്നതിനെ ആണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് താഴെ, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാം. ദെൻ ഡ്രോ എനി 6 ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ആൻഡ് സ്പെസിഫൈ ദെയർ സ്റ്റാൻഡേർഡ് മീനിങ്. എന്തൊക്കെയാണ് ഓരോ സിമ്പിൾ, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത്. ടെർമിനൽ, അതായത് ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടായിരിക്കും, ഈ ടെർമിനലിൻ്റെ സിമ്പിൾ വെച്ചിട്ടായിരിക്കും. അതിൽ നമ്മൾ സ്റ്റാർട്ട് എഴുതും, അവസാനിക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് എഴുതും. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ നമ്മൾ ഈ റോംബസ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോസസ്സ്, അതായത് അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ, C = A+B അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ കൊടുക്കാൻ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് യൂസ് ചെയ്യും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഡിസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്ലോ ലൈൻസ് ഉണ്ട്, ആ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ ഫ്ലോ ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പേജിൽ ഫ്ലോ ചാർട്ട് നിറഞ്ഞു, അടുത്ത പേജിലേക്ക് ആക്കണമെങ്കിൽ 2 ഫ്ലോ ചാർട്ട്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്റ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യും. എന്താണ് ഡീബഗിങ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ദാറ്റ് മേ ഒക്കർ ഇൻ എ പ്രോഗ്രാം. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുള്ള എറേഴ്സ്, അതിനാണ് ബഗിങ് എന്ന് പറയുന്നത്. അത് കണ്ടെത്തി അതിനെ ഇല്ലാതെയാക്കുക, കറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് എറേഴ്സ്. 2 തരത്തിലുള്ള എറേഴ്സ് ആണ്. സിൻടാക്സ് എറർ ഉണ്ട്, അതായത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ
ഫോളോ ചെയ്യുന്ന കുറേ റൂൾസ് ഉണ്ടല്ലോ, സിൻടാക്സ് ഉണ്ടല്ലോ, ആ സിൻടാക്സ് നമ്മൾ തെറ്റിക്കുമ്പോൾ വരുന്നതാണ് സിൻടാക്സ് എറർ. അതാണ് നമ്മൾ സെമിക്കോളനും ഒക്കെ ഇടാതെയൊക്കെ വരുമ്പോൾ വരുന്ന മിസ്റ്റേക്സ്, അതാണ് സിൻടാക്സ് എറേഴ്സ്. ദെൻ ലോജിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് തെറ്റ്, ഒരു പ്രത്യേക ലോജിക്കിൽ വേണമല്ലോ നമ്മളിത് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ ആ ലോജിക്കിൽ വരുന്ന എറേഴ്സാണ് ലോജിക്കൽ എറേഴ്സ്. ദെൻ ഡോക്യുമെൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കോമൻസ് എഴുതുന്നതിനാണ്. ആ പ്രോഗ്രാം കോഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കോമൻസ് എഴുതുന്നതിനാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നീട് എപ്പോഴും പ്രോഗ്രാം മോഡിഫൈ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അതേസമയം എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സിസ്റ്റം മാനുവൽ പ്രിപ്പയർ ചെയ്ത് അതിൽ കോമൻസ് എഴുതുന്നതിനാണ്. ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റ്സ് ആണ്, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നതാണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. C++ലെ ടോക്കൺസ് എന്തൊക്കെയാണ്? C++ലെ ടോക്കൺസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. C++ൽ 5 ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണുള്ളത്: കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, പങ്ക്ച്വേച്ചേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. Then explain the rules for naming identifiers. ഐഡൻറ്റിഫയേഴ്സ് നെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐഡൻറ്റിഫയർ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഐഡൻറ്റിഫയറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ഒരു സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാവും, ഡിജിറ്റ്സ് ഉണ്ടാവും, അണ്ടർസ്കോർസ് ഉണ്ടാവും. ഫസ്റ്റ് ക്യാരക്ടർ ഒരു ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. വൈറ്റ് സ്പേസസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും ഇതിൽ പറ്റില്ല. കീവേഡ്സിന് നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പർ കേസിനെയും ലോവർ കേസിനെയും ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ അപ്പർ കേസിൽ എഴുതിയാലും ലോവർ കേസിൽ എഴുതിയാലും 2 രീതിയിലാണ് അതിനെ കണക്കാക്കുക. Then differentiate between character literal and string literal. ക്യാരക്ടർ ലിറ്ററൽ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്യാരക്ടർ നമ്മളൊരു സിംഗിൾ കോട്ടിൽ കൊടുക്കുന്നു, എ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്യാരക്ടർ ലിറ്ററൽ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ആണ്. മോർ ദാൻ 1 ക്യാരക്ടേഴ്സ് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്ട്രിങ് ലിറ്ററൽ എന്ന് പറയുന്നത്. എന്താണ് ഡാറ്റ ടൈപ്പ്? C++ലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റയുടെ നേച്ചർ ഏതാണ്? അത് ക്യാരക്ടർ ആണോ, ഇൻറ്റീജർ ആണോ, അങ്ങനെ എന്ത് ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് പെർഫോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ അറിയിക്കുന്നതാണ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡേറ്റ ടൈപ്പ് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ വരുന്ന 5 ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സ് ആണ്. ഇൻറ്റിലെന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ് ആണ്. 1 2 3 4 അതിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ്. കണ്ടോ, എക്സാമ്പിൾ 10 25 1 2 3 ഒക്കെ ഹോൾ നമ്പേഴ്സാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല, പോയിന്റ് വരില്ല. ദെൻ ക്യാർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സെറ്റ്. നമ്മൾ ഈ ക്യാരക്ടറാണ് ഇപ്പോൾ മാർക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതെങ്കിൽ ക്യാരക്ടർ, അല്ലെങ്കിൽ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ മാർക്കല്ല നെയിം കൊടുക്കുന്ന നെയിമിൽ ക്യാരക്ടറല്ലേ വരിക. അപ്പോൾ നമ്മൾ ക്യാർ എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിനെന്താ ഡിക്ലെയർ ചെയ്യുക, ഡേറ്റ ടൈപ്പ് നമ്മൾ കൊടുക്കുക. അത് 1 ബൈറ്റ് ആണ്, എ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്, പോയിന്റ്സ് ഉള്ള നമ്പേഴ്സ് കൊടുക്കുക, 4 ബൈറ്റ് ആണ്. ഡബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്പർ വിത്ത് ഫ്രാക്ഷണൽ പാർട്ടാണ്, കുറച്ചും കൂടി പ്രിസിഷനിൽ. ഇതിപ്പോൾ 47.97 വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 8 ബൈറ്റ് ആകുമ്പോൾ നമുക്ക് കുറേ കൊടുക്കാം. ഇതാ കണ്ടോ, ഒത്തിരി കറക്റ്റ് പ്രിസിഷനിൽ, കറക്റ്റ് ഒരു ആക്യുറസിയിൽ കൊടുക്കാൻ പറ്റും. വോയിഡ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ് ഓഫ് ഡേറ്റ കാണിക്കാനാണ്. ഇത് 0 ബൈറ്റ് ആണ്. ദെൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അസോസിയേറ്റഡ് വിത്ത് എവറി വേരിയബിൾ. വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് 3 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ ആരൊക്കെ കണ്ടോന്ന് എനിക്കൊന്ന് അറിയണേ. വേരിയബിളിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ആരൊക്കെ കണ്ടു, പഠിച്ചു എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എഴുതുന്ന വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടാണോ പോയതെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ വേരിയബിൾ കണ്ടെങ്കിൽ വേരിയബിൾ കണ്ടു മിസ്സേ എന്ന് പറഞ്ഞൊന്ന് താഴെ കമൻറ്റ് ചെയ്തേ. ഓക്കെ, സോ വേരിയബിൾസ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ്. ആ വേരിയബിളിന് തന്നെ 3 പാർട്ട് ഉണ്ട്. വേരിയബിളിൻ്റെ പേര്, മെമ്മറി അഡ്രസ്സ്, കണ്ടന്റ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. വേരിയബിൾ നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേര്. ഇപ്പം മാർക്ക് എന്നതിലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ മാർക്ക് എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നമ്മ് അല്ലെങ്കിൽ മാർക്ക് നോക്കി കൊടുക്കുക, അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതാണ് വേരിയബിൾ നെയിം. ഇനി മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ ഇസ് സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ മെമ്മറി സ്പേസ്. ഈ വേരിയബിൾ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു പ്ലേസ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ്, ആ സ്പേസിൻ്റെ അതിനുവേണ്ടി മാറ്റിവെച്ച സ്പേസിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നതിലാണ്, അല്ലെങ്കിൽ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം, അതിൻ്റെ ഉള്ളിലാണ് വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് അഡ്രസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 4 ബൈറ്റ് ആണല്ലോ, നമ്മിന് വേണ്ടിയിട്ട് 4 ബൈറ്റ് കൊടുത്തത്. അപ്പോൾ 1 2 3 4. അപ്പോൾ ഈ
ഈ ഭാഗത്താണ് ഇത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ 1001 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 1001 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ എന്ത് എൽ വാല്യൂ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. ദെൻ കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ, അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മിൻ്റെ ഉള്ളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് അതാണ് ആർ വാല്യൂ അല്ലെങ്കിൽ കണ്ടന്റ്. എന്താ 18 അല്ലേ ഇവിടെ സ്റ്റോർ ചെയ്തത്, അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ. ഈ ഒരു പിക്ചറും കൂടി വരച്ചാൽ ആ 3 മാർക്ക് ഉറപ്പാണ് കേട്ടോ. ദെൻ C++ലെ ടെർണറി ഓപ്പറേറ്റർ ഏതാണ്? ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. ക്വസ്റ്റ്യൻ മാർക്കും അതേപോലെ തന്നെ ഒരു കോളനും, അതായത് ഇപ്പോൾ എ ക്വസ്റ്റ്യൻ മാർക്ക് ബി കോളൻ സി, കാരണം 3 ഓപ്പറേറ്റേഴ്സ് അവിടെ വരും, 2 ഓപ്പറൻറ്റും വരെ. അതാണ് ടെർണറി ഓപ്പറേറ്റർ. ദെൻ C++ലെ അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അർത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ, അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യാൻ, പ്ലസ് മൈനസ് ആസ്ട്രിക് ഇതൊക്കെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, രണ്ടോ രണ്ടിലധികമോ സംഭവങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതായത് 1 അല്ലെങ്കിൽ 0 അത് വെച്ചിട്ടാണ് നമ്മൾ ട്രൂ ആണ് ഫോൾസ് ആണെന്ന് അറിയുന്നത്. അത് ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ആൻഡ് ഈക്വൽ ടു? നമ്മൾ ഇങ്ങനെ ഈക്വൽ ചെയ്തും C++ൽ ഇങ്ങനെയുണ്ട്, 2 ഈക്വൽ വരുന്നുണ്ട്, നമ്മൾ വ്യത്യാസമുണ്ട്. ഈ ഈക്വൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എ ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള വാല്യൂ എയിലേക്ക് മാറും. ഓക്കെ, അതാണ് ബിയിലുള്ള വാല്യൂ, ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, മറ്റേതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സി ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ സിൻ്റെ വാല്യൂ ബിയിലേക്കല്ല പോകുക. സി ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ ബിൻ്റെ വാല്യൂ സിയിലേക്ക് പോകും. ദെൻ 2 ഈക്വൽ വരുന്നത് ഈക്വൽ ടു എന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ 2 വാല്യൂസ് ആൻഡ് അത് കമ്പയർ ചെയ്തിട്ട് ട്രൂ ഓർ ഫാൾസ് റിസൾട്ട് തരാനാണ്. ദെൻ C++ലെ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? അർത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്. അർത്തമെറ്റിക് എക്സ്പ്രഷൻസിൽ അർത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്, അതായത് 10 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു എക്സ്പ്രഷനാണ്, അർത്തമെറ്റിക് എക്സ്പ്രഷനാണ്. അപ്പോൾ അതിൽ ഓപ്പറൻസ് ഉണ്ടാകും, അതാണ് 10ഉം 5 ഓപ്പറൻ്റ് ആണ്, ഓപ്പറേറ്റർ ഉണ്ടാകും, പ്ലസ് ഓപ്പറേറ്റർ ആണ്. ദെൻ ഇതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ന്യൂമറിക് ഡേറ്റ ആയിരിക്കും. ഇപ്പോൾ 10 + 5 എന്ന് പറഞ്ഞാൽ 15 ന്യൂമറിക് ഡേറ്റ ആണല്ലോ റിസൾട്ട് വരുന്നത്. ദെൻ റിലേഷണൽ എക്സ്പ്രഷൻസ് ഉണ്ട്. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ ഇവിടെയും ഓപ്പറൻസ് ന്യൂമറിക് ആണ്, അതായത് ഇപ്പോൾ 5 > 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്താൽ ആ ഓപ്പറൻസ് ന്യൂമറിക് ഡേറ്റ ആയിരിക്കും. റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ന്യൂമറിക് ഡേറ്റ അല്ല, റിസൾട്ട് നമുക്ക് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 എന്നാണ് കിട്ടുക. അപ്പോൾ 1 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ട്രൂ, 0 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഫോൾസ് എന്താണ്. അതായത് ഇപ്പോൾ 5 > 3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും, അതായത് ട്രൂ ആണ്, 5 > 3 ആണല്ലോ. അങ്ങനെ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്. ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് 2ഓ 2-ലധികമോ റിലേഷണൽ എക്സ്പ്രഷൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ലോജിക്കൽ ആൻഡോ, ലോജിക്കൽ ഓറോ, ലോജിക്കൽ നോട്ടൊക്കെ യൂസ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? C++ലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഏറ്റവും ചെറിയ എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അസൈൻമെൻറ്റ് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, കൺട്രോൾ ഉണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ. ഇൻറ്റ് എക്സ് അല്ലെങ്കിൽ ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ വാല്യൂസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ CN മാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാർക്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ 10, 20 എത്രയാണ് മാർക്ക് നമ്മൾ അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഇൻസേർഷൻ ഓപ്പറേറ്റർ, ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേറ്റർ മാറിപ്പോകരുത്. അപ്പോൾ സി ഔട്ട് മാർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്താൽ ആ മാർക്സ് നമുക്ക് കിട്ടും. സി ഔട്ട് ഹലോ ഫ്രണ്ട്സ് എന്ന് കൊടുത്താൽ ആ ഹലോ ഫ്രണ്ട്സ് എന്ന് നമുക്ക് കിട്ടും, അതാണ്. ദെൻ റൈറ്റ് സിൻടാക്സ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ C++ലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് അത് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റ് മാർക്ക് എന്നിട്ട് സെമിക്കോളൻ കൊടുത്താൽ ഇതാണ് ഡിക്ലറേഷൻ. അതായത് മാർക്ക് എന്ന് പറയുന്നതിൻ്റെ ഡേറ്റ ടൈപ്പ്, മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ആ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താ? ഡേറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ കൊടുക്കുക, 1, 2, 3 എന്ന് വേണമെന്നില്ല. ഡേറ്റ ടൈപ്പ് നമുക്കിങ്ങനെ എഴുതാം, ഡേറ്റ ടൈപ്പ്, ദെൻ വേരിയബിൾ, സെമിക്കോളൻ.
കേട്ടോ. ഡേറ്റ ടൈപ്പ് വേരിയബിൾ സെമിക്കോളൻ. വാട്ട് ഈസ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ? ഗിവ് വൺ എക്സാമ്പിൾ. കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒന്നിലധികം ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ. സീൻ എക്സ് നമ്മൾ കൊടുക്കുന്നു, വൈ കൊടുക്കുന്നു, ഇസഡ് ഒക്കെ നമ്മൾ എന്താണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ സി ഔട്ട് എക്സ് നമുക്ക് കിട്ടണം, വൈ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം, ഇസഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. സോ 1 to 5 ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ബാക്കിയും പഠിക്കണം, പക്ഷെ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വേണോ അതോ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.